നമസ്കാരം. സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലകാലങ്ങളായി സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണിത്. അപ്പോൾ 1947 ഒറ്റപ്പാർട്ടി ഭരണം എന്ന നിലയിൽ തുടങ്ങിയ ഇന്ത്യയുടെ രാഷ്ട്രീയ യാത്ര ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? കോൺഗ്രസിന്റെ തകർച്ചയും ബിജെപിയുടെ വളർച്ചയും മാത്രമല്ല, അതിനിടയിൽ സംഭവിച്ച ഒരുപാട് നിർണായകമായ കാര്യങ്ങളുണ്ടല്ലേ? ആ ഒരു യാത്രയുടെ നേർക്കാഴ്ചയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു ആവേശത്തിനപ്പുറം വലിയൊരു രാജ്യത്തെ ഒന്നിച്ചു നിർത്തുക എന്ന ആ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ആ തുടക്കം അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. ഒന്നോർത്തു നോക്കൂ, വിഭജനത്തിന്റെ മുറിവുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വരുന്നു, സ്വന്തമായി നിയമങ്ങളൊക്കെയുള്ള 500-ലധികം നാട്ടുരാജ്യങ്ങൾ. ഇതിനെയെല്ലാം ഇന്ത്യ എന്ന ഒറ്റ രാജ്യമാക്കി മാറ്റണം. പോരാത്തതിന് രാജ്യത്ത് വലിയ ദാരിദ്ര്യവും പട്ടിണിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ സർക്കാരിന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു അന്നത്തെ വെല്ലുവിളികൾ. ഈ പ്രതിസന്ധികൾക്കിടയിലും കോൺഗ്രസിന്റെ ആദ്യകാല നേതൃത്വം രാജ്യത്തിനൊരു തരം സ്ഥിരത നൽകി. നെഹ്റു ജനാധിപത്യത്തിന് അടിത്തറയിട്ടു. അദ്ദേഹത്തിന് ശേഷം വന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിലൂടെ രാജ്യത്തെ ഒന്നിപ്പിച്ചു. എന്നാൽ ശാസ്ത്രിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നത് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിക്കുറിച്ചൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ഇനി നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് വരാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ആരാധിക്കപ്പെടുകയും അതേസമയം വിമർശിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു നേതാവ് ഒരുപക്ഷെ ഉണ്ടാവില്ല. അവരുടെ തീരുമാനങ്ങൾ രാജ്യത്തെ അടിമുടി മാറ്റിമറിച്ചു. സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളെ, അതായത് സിൻഡിക്കേറ്റ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഓൾഡ് ഗാർഡിനെ ഇന്ദിര നേരിട്ടു. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. ആ പോരാട്ടം ഒടുവിൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ രണ്ടായി പിളർത്തിക്കളഞ്ഞു. ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആർ പാർട്ടി യഥാർത്ഥ പിൻഗാമിയായി മാറുകയും ചെയ്തു. ഇനിയുള്ളതാണ് ഇന്ദിരായുഗത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായം, അടിയന്തരാവസ്ഥ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇലക്ഷനുകൾ നിർത്തിവയ്ക്കുന്നു, നമ്മുടെയെല്ലാം മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നു, പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതാവുന്നു. ആ 21 മാസക്കാലം അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കിട്ടിയൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ആ പ്രക്ഷുബ്ധമായ കാലഘട്ടം രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത് വലിയ ദുരന്തങ്ങളിലേക്കായിരുന്നു. രാഷ്ട്രീയമായ പകപോക്കലുകൾ കാരണം രാജ്യത്തിന് നഷ്ടപ്പെട്ടത് അതിന്റെ 2 പ്രധാനമന്ത്രിമാരെയാണ്. അതിന് കാരണമായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയായിരുന്നു. സിഖുകാരുടെ പുണ്യകേന്ദ്രമായ സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ പുറത്താക്കാനുള്ള ആ ഓപ്പറേഷൻ സിഖ് സമുദായത്തിൽ വലിയ ദേഷ്യത്തിന് കാരണമായി. ആ ദേഷ്യമാണ് പിന്നീടൊരു വലിയ ദുരന്തത്തിന് തിരികൊളുത്തിയത്. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ആ കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ രാജ്യത്ത് സിഖ് വിരുദ്ധ കലാപം ആളിക്കത്തി. ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു. ആ രക്തച്ചൊരിച്ചിലിനിടയിലാണ് അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ മകൻ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ ദുരന്തങ്ങളിൽ നിന്ന് ഒരു പുതിയ തുടക്കത്തിലേക്ക് രാജ്യം നീങ്ങുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഒരു പുതിയ തലമുറയുടെ നേതൃത്വം ഇന്ത്യയെ എങ്ങനെയാണ് ഒരു പുതിയ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിച്ചതെന്ന് നോക്കാം. വെറും 40 വയസ്സ്, അതായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, ഒരു മാറ്റത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു. പുതിയൊരു ഇന്ത്യയെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നോട്ടം ഭാവിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കമ്പ്യൂട്ടറുകളും ടെലികമ്മ്യൂണിക്കേഷനും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഡിജിറ്റൽ ഇന്ത്യയുടെ വിത്ത് പാകിയത് രാജീവ് ഗാന്ധിയാണെന്ന് പറയാം. യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ അവസരം നൽകാൻ വോട്ടിംഗ് പ്രായം 18 കുറച്ചതും അദ്ദേഹത്തിന്റെ ഒരു വലിയ തീരുമാനമായിരുന്നു. പക്ഷേ വിധി ആ സ്വപ്നങ്ങളെ പാതി വഴിയിൽ അവസാനിപ്പിച്ചു. 1991 ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ LTTEയുടെ ചാവേറാക്രമണത്തിൽ രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടു. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള രണ്ടാമത്തെ രക്തസാക്ഷിത്വം. ആ ദുരന്തം കോൺഗ്രസ് പാർട്ടിയിൽ നികത്താനാവാത്ത ഒരു വിടവ് സൃഷ്ടിച്ചു. ആ വിടവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തിക്ക് വളരാനുള്ള മണ്ണൊരുക്കുകയും ചെയ്തു. കോൺഗ്രസ് ദുർബലമായ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP പതിയെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ തുടങ്ങിയത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന കോൺഗ്രസിന് മുന്നിൽ അവരൊരു പുതിയ ബദലായി ഉയർന്നുവന്നു. ഈ കാണുന്നത് BJPയുടെ വളർച്ചയുടെ ഒരു ഗംഭീരമായ ചിത്രമാണ്. 1984 തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റ് മാത്രം നേടിയ ഒരു പാർട്ടി.
അവിടെ നിന്നും തുടങ്ങി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു പൂർണ്ണകാല കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിച്ചു. ഒടുവിൽ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കം തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് BJP ഇത്രയും വളർന്നത്? അതിന് കാരണം അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ കോൺഗ്രസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. സാംസ്കാരിക ദേശീയത അഥവാ ഹിന്ദുത്വം, ഏകീകൃത സിവിൽ കോഡ്, പിന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന ആശയങ്ങൾ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വെറുമൊരു ഭരണമാറ്റം എന്നതിലുപരി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ വന്ന ഒരു വലിയ ഷിഫ്റ്റായിരുന്നു അത്. അപ്പോൾ നെഹ്റുവിന്റെ കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് മോദിയുടെ BJP ഇന്ത്യയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു പാർട്ടി മാത്രം ഭരിച്ചിരുന്ന ഒരിടത്ത് നിന്ന് രണ്ട് പ്രധാന രാഷ്ട്രീയ ശക്തികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ഭൂപടം രൂപപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയം അടുത്തതായി എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക? അതൊരു തുറന്ന ചോദ്യമായി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നു.